प्यारे बच्चों, आप सबका स्वागत है हिंदी क्लास लेके अवर्कम स्वागतम। हमने एक कहानी पढ़ा अनमोल रतन में कौन कौन है? विक्रम, विश्वनाथ, किसान। विक्रम कैसा योद्धा? आलसी, परिश्रम किए बिना धन कमाने उसका इत्यादि। वह आलसी योद्धा, काम करना वह पसंद नहीं करता। विश्वनाथ ने उसको क्या करने को कहा? उसके 20,000 में उसके पैर, हाथ और पूरे शरीर भी बेचने को कहा। अंत में उसको समझा अनमोल रचना क्या है? अपना शरीर है। वह अलसदा छोड़कर काम करने का निश्चय किया। വിക്രം എന്ന യുവാവിനെ കുറിച്ചാണ് നമ്മൾ കഥയിൽ പഠിച്ചത്. അധ്വാനിക്കാതെ പണം സമ്പാദിക്കുക എന്നുള്ളതായ ലക്ഷ്യം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. വിശ്വനാഥ് അതിനെന്തെല്ലാം പറഞ്ഞു കൊടുത്തു? എന്താണ് പറഞ്ഞത്? എന്റെ കൈയും ശരീരം, പൂരെ ശരീരം, കൈകള്, കാലുകള്, അല്ലെങ്കിൽ ശരീരം മൊത്തമായിട്ട് നിൽക്കുകയാണെങ്കിൽ 1,00,000 रुपया मिलेगा। लेकिन विक्रम ने क्या कहा? 1 करोड़ रुपये मिलने पर भी मैं अपना शरीर नहीं बेचूंगा। 1 കോടി രൂപ ലഭിക്കുകയാണെങ്കിലും ഞാൻ എന്റെ ശരീരം വിൽക്കില്ല. അപ്പൊ मेहनत, परिश्रम करना हमारा एक अच्छा गुण है। परिश्रम करना, परिश्रम किए बिना हमको कोई काम नहीं मिलेगा। നമുക്ക് എന്ത് ജോലിയാണെങ്കിലും പരിശ്രമിക്കാം. परिश्रम किए बिना हमको धन नहीं मिलेगा। परिश्रम करना हमारा कर्तव्य है। हम परिश्रम के बारे में एक कविता का नाम है कोशिश करने वाले। कोशिश करने वाले, परिश्रमिക്കുന്നവരായ ആളുകൾ। एक चित्र देखिए, आप लोगों के पुस्तक में भी एक चित्र। इस चित्र में कौन कौन है? इस चित्र में पहला इला सजानी। इला सजानी अपने हाथ उठकर कुछ भी नहीं कर पाती। इला ने अपने हाथों की जिद को एक चुनौती मानी। वह इला ने अपने पैरों के अंगूठों के सहारा लेकर कच्चा रेशम पिरोना सीखा। ഗുജറാത്തിലെ സൂറത്തുള്ള ഇലാ സജാനി ജന്മനാൽ വൈകല്യമുള്ള ഒരു കുട്ടിയാണ്. കൈകൊണ്ട് ഒരു ജോലിയും ചെയ്യാൻ കഴിയില്ല. പക്ഷെ വളരെ മനോഹരമായിട്ട് എംബ്രോയിഡറി, തയ്യൽ വർക്ക് നടത്താനായിട്ട് ഒരു കഴിവ്. അവരുടെ കാലുകൾക്ക് വിശ്രമമില്ല. വളരെയധികം സന്തോഷത്തോടുകൂടെ, നല്ല പുഞ്ചിരിച്ചുകൊണ്ട്, ഉറച്ച വിശ്വാസത്തോടുകൂടെ പുതിയ ഡിസൈനുകളിൽ ചിത്രത്തുന്നലിൽ തന്റെ പേര് തുന്നിച്ചേർത്തതാണ് ഇലാ സജാനി. അടുത്ത നമുക്ക് റിച്ചാർഡ് വെഗ്ഗേഡ്. कृत्रिम കാലുകൾ കൊണ്ട് कृत्रिम पैरों पर दौड़ लगाने ब्रिटिश एथलीट। वह ओलंपिक्स में 2012 के ओलंपिक्स में उन्होंने स्वर्ण पदक जीत लिया। 2012 ഒളിമ്പിക്സിൽ അദ്ദേഹത്തിന് സ്വർണ്ണ മെഡൽ നേടി. കൃത്രിമ കാലുകൾ കൊണ്ട് ഓട്ട മത്സരത്തിൽ പങ്കെടുത്തതായ റിച്ചാർഡ് വെഗ്ഗേഡ്. അടുത്ത് നമുക്ക് വളരെയധികം പരിചിതമാണ് സ്റ്റീഫൻ വില്യം ഹോക്കിംഗ്. അദ്ദേഹം ലോക പ്രശസ്തനായ ഭൗതിക ശാസ്ത്രജ്ഞനാണ്, ജ്യോതിശാസ്ത്രജ്ഞനുമാണ്. അദ്ദേഹം തന്റെ പരാധീനതകളിലെല്ലാം വിജയം വരിച്ചതായ, പരാധീനങ്ങളാണെങ്കിലും വളരെയധികം വിജയം വരിച്ചതായ ഒരു വ്യക്തിയാണ്. അടുത്തത് നിക്കോളാസ് അദ്ദേഹം ഓസ്ട്രേലിയക്കാരനാണ്. ഒരു വികലാംഗനാണെങ്കിലും विश्व पर यात्रा करके भाषण देने वाले प्रेरक वक्ता के रूप में प्रसिद्ध है। ലോകം മുഴുവനും യാത്ര ചെയ്ത് പ്രസംഗം നടത്തുന്ന ഒരു മോട്ടിവേഷനാണ് അദ്ദേഹം. അങ്ങനെ പലതരത്തിലും ഇവർക്കെല്ലാം വളരെ ന്യൂനതകളുണ്ടെങ്കിലും അതിലെല്ലാം വിജയം വരിച്ചതായ വ്യക്തികളാണ്. അപ്പൊ നമ്മള് ഇലാ സജാനി, സ്റ്റീഫൻ വില്യം ഹോക്കിംഗ്
ഇങ്ങനെ പരാധീനതകളിലും വിജയം വരിച്ചതായ ഇലാസ് അജാനിയെ പോലുള്ള ആളുകളെ നമുക്ക് പരിചയപ്പെട്ടു. കോശിഷ് കർണേ വാലും കഭി പരാജയ नहीं. എന്ത് നമ്മുടെ പ്രവൃത്തികൾ കോശിഷ് കർണേ സേ നമുക്ക് വിജയിക്കും. പരിശ്രമിക്കുകയാണെങ്കിൽ എന്തെല്ലാം കുറവുകൾ ഉണ്ടെങ്കിലും അതിനെല്ലാം അതിജീവിക്കാനായിട്ട് നമുക്ക് കഴിയും. लहरों से डरकर नौका पार नहीं होती, कोशिश करने वालों को कभी हार नहीं होती. नन्ही चींटी जब दाना लेकर चलती है, चढ़ती दीवारों पर 100 बार फिसलती है. मन का विश्वास रेगों में साहस बढ़ता है, चढ़कर गिरना, गिरकर चढ़ना न अगरता है. आखिर उसकी मेहनत बेकार नहीं होती. कोशिश करने वालों की कभी हार नहीं होती. असफलता एक चुनौती है, इसे स्वीकार करो. क्या कमी रह गई देखो और सुधार करो. जब तक ना सफल हो नींद चयन को त्यागो तुम, संघर्ष का मैदान छोड़कर मत भागो तुम. कुछ किए बिना ही जय जयगार नहीं होती, कोशिश करने वालों की कभी हार नहीं होती. लहरों से डरकर नौका पार नहीं होती. लहरों से डरकर नौका पार नहीं होती. मेहनत विजय का आधार है. इस तथ्य को समझने के लिए कवि कहते हैं, लहरों से डरकर नौका पार नहीं होती. कौन लहरों को डरते हैं उसको नौका पार नहीं कर सकते. क्या अर्थ है? डर कर बैठने से लक्ष्य तक न पहुंच सकते. डर कर बैठने से लक्ष्य तक न पहुंच सकते. लहरों से डरकर नौका पार नहीं होते. ഉദാഹരണം പറയാണ്, തിരയെ ഭയപ്പെടുന്നവനെ തോണിയിൽ യാത്ര ചെയ്യാൻ കഴിയുമോ? കഴിയില്ല. വഞ്ചി മറുകരയിൽ എത്തണമെങ്കിൽ തിരമാലയെ ഭയക്കുന്ന ഒരാൾക്ക് ഒരിക്കലും കഴിയില്ല. लहरों से डरकर नौका पार नहीं होती, कोशिश करने वालों की कभी हार नहीं होती. इस प्रकार कोशिश करने वालों को कभी हार नहीं होती. लहरों से डरकर नौका पार नहीं होती. डरकर बैठने से लक्ष्य तक न पहुंच सकते. कोशिश करने वालों को कभी हार नहीं होते. തിരയെ ഭയപ്പെടുന്നവനെ വഞ്ചിയിൽ യാത്ര ചെയ്യാൻ, തോണിയിൽ യാത്ര ചെയ്യാൻ കഴിയില്ല. പരാക്രമശാലികൾക്ക്, കോശിഷ് കർണേ വാലോംകോ, നമ്മുടെ പരിശ്രമശാലികൾക്ക്, കോശിഷ് കർണേ വാലോംകോ കഭി ഹാർ നഹീ ഹോത്തി, ഒരിക്കലും അവർ പരാജയപ്പെടുന്നില്ല. പരിശ്രമിക്കുന്നവരെ ഒരിക്കലും പരാജയപ്പെടുന്നില്ല. പരിശ്രമശാലികൾക്ക് ഒരിക്കലും പരാജയമില്ല. हम लहरों से डर होकर नौका पार नहीं होती. നമുക്ക് തിരമാലയെ ഭയപ്പെടുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് തോണിയിൽ യാത്ര ചെയ്യാനായിട്ട് കഴിയില്ല. കോശിഷ് കർണേ വാലോംകോ, പരിശ്രമിക്കുന്നവർക്ക് ഒരിക്കലും കഭി ഹാർ നഹീ ഹോത്തി, പരാജയം ഉണ്ടാവുകയില്ല. നമ്മുടെ എപ്പോഴും പരിശ്രമിക്കണം. കുറവുകളുണ്ടെങ്കിൽ അതിനെ വെല്ലുവിളിയായി സ്വീകരിച്ചുകൊണ്ട് പരിശ്രമിച്ച് വിജയം കണ്ടെത്തണം. അകല കമ്പിയ
नन्ही चींटी जब दाना लेकर चलती है, चढ़ती दीवारों पर 100 बार फिसलती है. नन्ही चींटी, चींटी मीन्स नन्ही चींटी ചെറിയ ഉറുമ്പുകൾ. नन्ही चींटी जब दाना लेकर चलती है, नन्ही चींटी दाना लेकर चलती है. दाना लेकर चलने वाली नन्ही चींटी दीवार पर चढ़ते समय क्या हुआ, बार बार फिसलते हैं. नन्ही चींटी बार बार फिसल कर नीचे गिरती है. बार बार वह नीचे गिरती है. नन्ही चींटी जब दाना लेकर चलती है, चींटी दीवारों पर 100 बार फिसलती है. 100 बार फिसलती है. नन्ही चींटी ഉദാഹരണമായിട്ട് കവി പറയുന്നു, ഒരു ഉറുമ്പ് ധാന്യമണിയായിട്ട് പോകുമ്പോ അത് ഭിത്തിയിൽ കയറാൻ ശ്രമിക്കുമ്പോ അത് പല പ്രാവശ്യം താഴെ വീഴും. ഒരിക്കലും അത് ഉപേക്ഷിച്ച് പോകുന്നില്ല. ഒരുപക്ഷെ അതിനേക്കാൾ ഭാരമുള്ള വലിപ്പമുള്ള ധാന്യമണി ആയിരിക്കാം അത് കൊണ്ടുപോകുന്നത്. वह चलते समय कई बार वह नीचे गिरता है. दाना लेकर चलने वाली नन्ही चींटी दीवार पर चढ़ते समय वह बार बार फिसल कर नीचे गिरती है, पर वह पराजय स्वीकार करके पीछे न मुड़ती. वह पराजय स्वीकार करके पीछे न मुड़ती. അത് ഒരിക്കലും ആ പരാജയം സ്വീകരിച്ചുകൊണ്ട് പിന്മാറുന്നില്ല. വഹ വീണ്ടും വീണ്ടും പരിശ്രമിക്കുന്നു. ചർത്തി ദീവാരോं पर 100 बार फिसलती है. അത് ആൺമണി ഉപേക്ഷിച്ച് പോകുന്നില്ല. അത് വീണ്ടും പരിശ്രമിച്ച് അതിന്റെ ലക്ഷ്യത്തിലെത്താനായിട്ട് ശ്രമിക്കുന്നു. चींटी फिसलते समय वह कभी भी उसे नीचे उस चींटी ने उस दाना लेकर वह दीवार करती है. समझा? ഒരു ധാന്യമണിയായിട്ട് പോകുന്ന സമയത്ത് ആ ഉറുമ്പ് അതിന്റെ ധാന്യമണി ദീവാർ पर चढ़ते समय ചുമരിൽ കയറുന്ന സമയത്ത് ആ ധാന്യമണി താഴെ വീണാൽ അത് ഒരിക്കലും ഉപേക്ഷിച്ച് പോകുന്നില്ല. അത് വീണ്ടും പരിശ്രമിക്കും. समझा? मन का विश्वास रेगो में साहस भरता है. चढ़कर गिरना गिरकर चढ़ना न अगरता है. चढ़कर गिरना गिरकर चढ़ना न अगरता है. അതൊരിക്കലും അത് പിന്മാറുന്നില്ല. അവസാനം അത് അതിന്റെ വിജയത്തിലേക്ക് എത്താനായിട്ട് പരിശ്രമിക്കുന്നു. ആ ഉറുമ്പ് തന്റെ ധാന്യമണി वह पीछे न मुड़ती है. वह बार बार कोशिश करती है. चढ़कर गिरना गिरकर चढ़ना उसे बुरा न लगती है. चढ़कर गिरना गिरकर चढ़ना उसे बुरा न लगती है. अंत में क्या हुआ, वह दीवार पर चढ़ सकती है. अंत में वह दीवार पर चढ़ सकती है. मेहनत कभी बेकार नहीं होती. मेहनत कभी भी बेकार नहीं होती. हमारे विश्वास यह चींटी कभी भी न मुड़ते. वह दाना लेकर उस दीवार पर चढ़ती है. मन का विश्वास रेगो में साहस भरता है. നമ്മുടെ ആത്മധൈര്യം, मन का विश्वास, നമുക്ക് മനസ്സിലെ ആത്മധൈര്യം ഉണ്ടെങ്കിൽ, നമ്മുടെ രക്തത്തിൽ അത് അലിഞ്ഞു ചേർന്നിട്ടുണ്ടെങ്കിൽ, रेगो में साहस के ധൈര്യമുണ്ടെങ്കിൽ, ചടുക്കർ ഗിർന ഗിർക്കർ ചടന ന അഗർത്താ ഹെ. ഒരിക്കലും അതൊരു പരാജയമായിട്ട് കാണുന്നില്ല. അത് വീണ്ടും ശ്രമിക്കുന്നു. आखिर उसको मेहनत बेकार नहीं होती. उसकी मेहनत बेकार नहीं होती. वह विजय प्राप्त हुआ. उस नन्ही चींटी कई बार फिसल कर नीचे गिरते हैं, फिर भी वह परिश्रम करके उस दीवार पर चढ़ते हैं. उसकी मेहनत बेकार नहीं होती. अंत तक वह परिश्रम करते हैं. समझा? नन्ही चींटी जब दाना लेकर चलती है, चढ़ती दीवारों पर 100 बार फिसलती है. मन का विश्वास रेगो में साहस भरता है. चढ़कर गिरना गिरकर चढ़ना न अगरता है. आखिर उसकी मेहनत
बेकार नहीं होती। कोशिश करने वालों की कभी हार नहीं होती। कोशिश करने वालों को कभी हार नहीं होती। समझा? अगली पंक्ति, असफलता एक चुनौती है, इसे स्वीकार करो। क्या कमी रह गई? देखो, उसे सुधार करो। जब तक न सफल हो नींद चैन को त्यागो तुम। संघर्ष का मैदान छोड़कर मत भागो तुम। कुछ किए बिना ही जय जयकार नहीं होती। कोशिश करने वालों की कभी हार नहीं होती। कोशिश करने वालों को कभी हार नहीं होती। असफलता एक चुनौती है। असफलता एक चुनौती है, इसे स्वीकार करो। असफलता एक चुनौती है। असफलता चुनौती है, उसे स्वीकार करो। कभी आगे कहती है, पराजय एक प्रकार की चुनौती है, उसे स्वीकार करो। पराजय एक प्रकार की चुनौती है, उसे स्वीकार करो। अपने कमियों को पहचान कर, अपनी कमियों को पहचान कर उसका सुधार करो। हमारे कमियों को पहचान कर उसे एक चुनौती के रूप में स्वीकार करके उस अपनी कमियों को पहचान कर उसका सुधार करें। अभी हम क्या कहती है, कवि क्या कहती है, पराजय एक ചുനൗത്തി ഇവിടെ പരാജയം ഒരു തരത്തിലുള്ള വെല്ലുവിളിയാണ്. അതിനെ നേരിടാനായിട്ട് നമ്മള് സ്വന്തം കുറവുകൾ എന്താണെന്ന് अपने कमियों को क्या कमी है देखो അവർ സുധാർ കരും. കാരണം നമ്മൾ ആദ്യം പറഞ്ഞത് കുറെ കുറവുകൾ ഉള്ളതായ ആളുകളെ നമ്മൾ പരിചയപ്പെട്ടു. പക്ഷെ ആ കുറവുകളെല്ലാം അവർ വെല്ലുവിളിയായി സ്വീകരിച്ചുകൊണ്ട് അതിലെല്ലാം വിജയം വരിക്കാനായിട്ട് അവർക്ക് സാധിച്ചു. കോശിഷ് കർണയ്ക്ക് മഹത്വം, പരിശ്രമത്തിന്റെ മഹത്വം. എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ചുനൗത്തി അതിനൊരു വെല്ലുവിളിയായിട്ട് സ്വീകരിക്കും. അതുകൊണ്ടാണല്ലോ നമ്മൾ കണ്ടു നേരത്തെ കുറെ ആളുകളെ പരിചയപ്പെട്ടു, അവരെല്ലാം അവരുടെ കുറവുകളെല്ലാം ചുനൗത്തിക്ക് രൂപേण स्वीकार करके वह विजय प्राप्त किया. समझा? अगली पंक्तियां हम अगले क्लास में पढ़ूंगा. अच्छी तरह कविता पढ़कर आचरण करें.